ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പവർ പോയിൻറ്റിൻ്റെ കുറച്ച് ടിപ്സ് അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം. പവർ പോയിൻറ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പവർ പോയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു അടിപൊളി ടിപ്പ് ഇപ്പോൾ കണ്ടോളൂ. ഞാനിപ്പോൾ ഇത് പവർ പോയിൻറ്റ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് സ്ലൈഡാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ഈ സ്ലൈഡ് എത്തിയപ്പോൾ എനിക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതണം തോന്നി. നമുക്കറിയാം ഇവിടെ എഴുതാനുള്ള ടൂളുകൾ താഴെയുണ്ട്. ദീസ് ആർ നോൺ ആസ് അനൗട്ടേഷൻ ടൂൾസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പെന്നെടുക്കാം. പെന്നെടുത്തിട്ട് ആ പെന്ന് വെച്ചിട്ട് നമുക്കിതിൽ എഴുതാം. ആന എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വലിയ മെച്ചം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതെല്ലാം ഇതിൻ്റെ കളറ് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കളറ് മാറ്റി വേറെ കളർ നമുക്ക് മഞ്ഞ കളറിൽ വേണമെങ്കിൽ എഴുതാം. ആന. സി ദെൻ ഇനിയും ഒരു ഉപയോഗം കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ഹൈലൈറ്റർ കിട്ടും. ഹൈലൈറ്റർ എടുത്തിട്ട് നമുക്കിതിൽ ഹൈലൈറ്റർ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇതൊരു മഞ്ഞ കളർ പോകുന്നില്ല, കാണുന്നില്ല. അതാ ഏരിയയുടെ പുറത്തേക്ക് വരില്ല കേട്ടോ. ഈ ബ്ലാക്ക് ഏരിയയിൽ വരില്ല. നമ്മൾ ഹൈലൈറ്റർ എവിടെയൊക്കെ മഞ്ഞായിട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ കൃത്യം കാണും. ഇങ്ങനെ ഹൈലൈറ്റർ എന്ന് പറയുന്നൊരു ടൂൾ ഇവിടെ ഉണ്ട്. ഇനി വേറൊരു ടൂളുണ്ട്. ഇതൊക്കെ ഇറേസ് ചെയ്ത് കളയാനുള്ള ടൂൾ. നമ്മൾ തൊട്ട് മുകളിലൊരു ഇതിലാകെ വരച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇറേസ് ചെയ്ത് വൃത്തിയാക്കണം. ഓക്കെ, അതിന് ഇറേസറുണ്ട്. ഇനിയുണ്ട് ഒരു ടൂൾ കൂടി, ഇറേസ് ഓൾ ലിങ്ക്സ് ഓൺ ദ സ്ലൈഡ്. നമ്മളിതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലിങ്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒറ്റയടിക്ക് ടക്ക് എന്ന് മാഞ്ഞോളൂ. ഇനിയൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ലേസർ പോയിൻ്റർ. സി ദിസ് ഈസ് എലഫൻസ് ചെവി എന്ന് പറയാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പക്ഷേ ഇതല്ല, സീരിയസ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയാം. ഇതിനിടയ്ക്ക് നമുക്കൊരു ബ്ലാക്ക് ബോർഡ് കിട്ടണം. ജസ്റ്റ് ബി എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ബോർഡാണ്. ഈ ബ്ലാക്ക് ബോർഡിൽ ഇത് ബ്ലാക്ക് ബോർഡായിട്ട് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക. ഇത് നമ്മളിപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരെയാണ് ഇനി അറ്റൻഷൻ വേണ്ടത്. കുട്ടികളെ സ്ലൈഡിലേക്ക് നോക്കിയത് മതി. അപ്പോൾ നമ്മൾ മിക്കവാറും ചെയ്യുക, പ്രൊജക്ടറിൻ്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക, മൂടി വയ്ക്കുക, കടലാസ് എടുത്ത് മടക്കിയിട്ട് പ്രൊജക്ടറിൻ്റെ മീത് വയ്ക്കുക. ഒന്നും വേണ്ട, ജസ്റ്റ് ബി പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഡബ്ല്യു പ്രസ് ചെയ്താലും മതി. ഡബ്ല്യു പ്രസ് ചെയ്താലും വൈറ്റ് സ്ക്രീൻ, ബി പ്രസ് ചെയ്താൽ ബ്ലാക്ക് സ്ക്രീൻ. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ. ഇനിയുണ്ട് ഒരു ഓപ്ഷൻ കൂടി. ഇതിൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ബി പ്രസ് ചെയ്ത് പഴയതിലേക്ക് പോയി. നമ്മുടെ കയ്യിൽ പെന്നുണ്ട് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ പെന്ന് കയ്യിലെടുത്തു. ഈ പെന്ന് കയ്യിലെടുത്ത സമയത്ത് മഞ്ഞ കളർ, യെസ് മഞ്ഞ. പെന്നെടുത്ത സമയത്ത് നമ്മൾ ബ്ലാക്ക് ബോർഡ് എടുത്തു, ബ്ലാക്ക് സ്ക്രീൻ. ഇനി നമുക്കിവിടെ എഴുതാം ആന, കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതൊരു ബ്ലാക്ക് ബോർഡായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് പക്ഷേ സേവ് ആവില്ല. ഇത് ജസ്റ്റ് നമ്മളിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ എടുത്തിട്ട് അതിൻ്റെ മീതെ എഴുതാൻ ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഷോർട്ട് കട്ടാണ്. ഒന്ന് ബി ഫോർ, എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇത് കൊണ്ടുവന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചില ഷോർട്ട് കട്ടുകളാണ് ഈ പ്രസൻറ്റേഷനിൽ. ഇതിൽ ബി എന്നുള്ള ലെറ്റർ അടിക്കുമ്പോഴാണ് അത് വരിക. ബി, ക്യാപിറ്റൽ ബി, ബ്ലാക്ക്. ഡബ്ല്യു, വൈറ്റ്. അപ്പോൾ ആ വൈറ്റിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പെന്നിൻ്റെ കളർ മഞ്ഞ ആയതുകൊണ്ട് അത് അവിടെ അത്ര സ്യൂട്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പറ്റിയൊരു കളർ എടുത്തിട്ട് വേണം ഡബ്ല്യു അടിച്ചിട്ട് അവിടെ എഴുതാം. ഇവിടെയും നമുക്ക് ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വൈറ്റ് ബോർഡായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ നിർത്തിയിട്ട് നമ്മുടെ നേരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനൊരു ടിപ്പ് ഉപയോഗിക്കാം. ഇനി വേറൊരു പർപ്പസ് ഉണ്ട് അതിന്, അത് പിന്നെ പറയാം. അതിന് മുന്നേ മറ്റ് ചില ഷോർട്ട് കട്ടുകൾ പറയാം. നമുക്കിപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ കാണിക്കണതിൽ ഈ ബേർഡ്സ് പോണ ഭാഗം ഒന്ന് സൂം ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്ത് പ്ലസ്, വെറുതെ പ്ലസ് ബട്ടൺ അടിച്ചാൽ മതി, മൈനസ് ബട്ടൺ. അപ്പോൾ ഒരു പവർ പോയിൻ്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂം ചെയ്യാം. അല്ലാതെ മൈനസ് ആയി കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് പോവും. എന്നിട്ട് നമുക്കതിൽ ഏത് സ്ലൈഡാണോ വേണ്ടത് അതിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കൂടി ആ മൈനസ് സൈൻ തരുന്നുണ്ട്. മൈനസ് സൈൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം സ്ലൈഡുകളിലേക്ക് പോകും. നമുക്ക് എഗെയിൻ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ അതിൽ പോവാം. പിന്നെയും അതിൽ സൂം ചെയ്ത് വരാം. സൂമിങ് അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇല്ല. അപ്പോൾ പ്ലസ് മൈനസ് ഒരു ഷോർട്ട് കട്ട്. ഇനി നമുക്കതിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ നമുക്ക് കൺട്രോൾ എസ് നടിക്കുമ്പോൾ എന്താ വന്നത്? നമുക്ക് ഏത് സ്ലൈഡിലേക്കാണ് പോകേണ്ടതെന്ന് സെലക്ട് ചെയ്യാമല്ലോ. നമുക്ക് നേരെ എൻ്റെ സ്ലൈഡിലേക്ക് പോകണം, അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്ലൈഡിലേക്ക് പോകണം. ഗോ ടു, നേരെ ആ സ്ലൈഡിലേക്ക് പോകണം. ഇനി നമുക്ക് സൂം ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. മൗസ് റൊട്ടേറ്റ് ചെയ്യാം. മൗസിൻ്റെ ഈ മുകളിലുള്ള സെൻട്രൽ ബട്ടണിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവണം.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൽ സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പവർ പോയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഏരിയ നമുക്ക് സൂം ചെയ്ത് കാണിക്കണമെങ്കിൽ കൺട്രോൾ അമർത്തി പിടിക്കാതെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവസ്ഥ കണ്ടല്ലോ, അതിൻ്റെ സ്ലൈഡിൻ്റെ വിവിധ ഏരിയകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എഗെയിൻ ഞാൻ സൂം ഔട്ട് ചെയ്തു. അപ്പോൾ സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനും നമുക്ക് മൗസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. ഇതിൻ്റെ കൂടെ മറ്റൊരു ടെക്നിക്ക് കൂടി പറയട്ടെ. ഇപ്പോൾ ഒരു സ്ലൈഡ് ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാകത്തിന് ഒരു ബോക്സ് ഒരു സ്ലൈഡിലിടണം. അതിനെന്താ ചെയ്യാൻ പറ്റാം? ഇങ്ങനെ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ? ഇനി ഇവിടെ ഒരു ബോക്സ് എനിക്ക് അതേപോലെ ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് ഡ്രൈ ലാൻഡ് എന്നും ഇത് ബ്യൂട്ടിഫുൾ എക്കോസിസ്റ്റം എന്നും അടിക്കണം. ഇവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ അനോട്ടേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എഴുതാം, ഡ്രൈ, ഇവിടെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ എഴുതാം. പക്ഷേ അതൊക്കെ കുറേ സമയം എടുക്കുന്ന പരിപാടിയില്ല. നമുക്കവിടെ ടൈപ്പ് ചെയ്യാനൊരു ബോക്സ് കിട്ടണം. അതിനെന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? അതാണ് ഇനി പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഈ പെന്നെടുക്കാനും ഇതിനൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൺട്രോൾ ഇ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇറേസർ ആവും. കൺട്രോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെന്ന് കിട്ടും. അപ്പോൾ കൺട്രോൾ ഇ എന്ന് ഞാൻ അടിച്ചു. അപ്പോൾ അത് അടിച്ചിട്ട് ഇവിടെ ഇത് ഇറേസ് ചെയ്തു, കൺട്രോൾ ഇ. ഇപ്പോൾ നമുക്കിങ്ങനത്തെ ടൈപ്പ് ചെയ്യാനുള്ള ബോക്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇതിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ ഈസിയാണ്, അത്ര വലിയ പണിയില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരെ നമ്മുടെ ഈ ടൂൾ ബാർ കാണുന്നില്ലേ, ടൂൾ ബാർ കാണുന്ന ആ ബാറിനെ റിബൺ എന്നാണ് പറയാം. ആ റിബണിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് റിബണിൻ്റെ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടിയെന്ന് നോക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ടൂളുണ്ട്. ഇതെന്താ വലുതായി കാണണ്ടേ നമുക്ക്? യെസ്, ഇവിടെ ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് റിബൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. കസ്റ്റമൈസ് റിബൺ, ഈ കസ്റ്റമൈസ് റിബണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് താഴേക്കായിട്ട് ഡെവലപ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡെവലപ്പർ ഇത് ശരിക്കും അൺടിക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഈ ഡെവലപ്പർ എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്തിട്ടാണ്, ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മളതൊന്ന് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് സേവ് ചെയ്യാം. നമ്മൾ ഓക്കെ, താഴെ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പുതിയ മെനു കൂടി വന്നിട്ടുണ്ടാവും. ഡെവലപ്പർ എന്ന് പറയുന്നൊരു മെനു ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതാണ് ആ മെനു, ഡെവലപ്പർ. അപ്പോൾ ഇങ്ങനൊരു മെനു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അതിൽ കുറേ സാധനങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഒന്നും നമ്മൾ നോക്കണ്ട. അതിൽ നമുക്ക് ഇപ്പോൾ ഉപയോഗമുള്ള ഒരു സാധനം നോക്കാം. നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ടെക്സ്റ്റ് അടിക്കാനുള്ള ബോക്സാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ABC എന്ന് കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും വേണ്ടു. സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. അതൊരു വൈറ്റ് ബോക്സ് ആയിട്ട് അവിടെ വരും. നേരത്തെ ഞാൻ ഇവിടെയാണ് പറഞ്ഞത് 2 കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡ്രൈ ലാൻഡ് എന്ന് അടിക്കണം, എനിക്കിത് ബ്യൂട്ടിഫുൾ ലാൻഡ് എന്നും അടിക്കണം. ഓക്കെ, അപ്പോൾ അത് 2 ബോക്സ് അവിടെ ആഡ് ചെയ്യും. ഇനി ഇവിടെ വേണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് എക്കോസിസ്റ്റം, അണ്ടർ വാട്ടർ എക്കോസിസ്റ്റം എന്ന് എനിക്ക് അടിക്കണം എന്നിരിക്കാം. അതിനുള്ള ഓപ്ഷൻ. ഇവിടെ വേണമെങ്കിൽ ലെപ്പേർഡ് എന്ന് അടിക്കണം. അപ്പോൾ അതിനൊരു ബോക്സ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ അഗെയിൻ സ്ലൈഡ് ഷോ തുടങ്ങും. സ്ലൈഡ് ഷോ തുടങ്ങുന്ന സമയത്ത് അവിടെ ബ്ലാങ്ക് ബോക്സ് തന്നെയാണ് ഉണ്ടാവുക. എൻ്റെ സ്ലൈഡ് ഷോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഷോ ആക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്ലൈഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഈ അനോട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ നേരെ ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാനൊന്നും നടക്കില്ല. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റലൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്തൊരു ഏരിയയിൽ വേണം ഈ ബോക്സ് കൊണ്ടുവന്ന് വയ്ക്കാൻ. ഇനി ഇവിടെ എലഫൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നമുക്കിനി ഡ്രൈ ലാൻഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ എക്കോസിസ്റ്റം എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് ഇവിടെ അണ്ടർ വാട്ടർ എക്കോസിസ്റ്റം എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ലെപ്പേഡ്. ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അതെല്ലാം നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ലേബൽ ചെയ്യാൻ ബോക്സുകളൊക്കെ ഇട്ടിട്ട് കുട്ടികളുടെ വന്നിട്ട് ടൈപ്പ് ചെയ്യുമെന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡെവലപ്പർ ഓപ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് പവർ പോയിൻറ്റിൻ്റെ ചില പ്രസൻറ്റേഷൻ ടിപ്സുകളാണ്. ഇതിലിപ്പോൾ നമ്മൾ എല്ലാ ടിപ്പുകളും ഓർത്തിരിക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടിപ്സ് ഓർത്തിരിക്കാതെ തന്നെ കിട്ടാനുള്ളൊരു ടെക്നിക്ക്, ഈ പറയുന്ന ഷോർട്ട് കട്ടുകളൊക്കെ B ആണോ W ആണോ കുറേ J എന്തൊക്കെയോ പറഞ്ഞു.
ഇതിലൊക്കെ പ്ലസ് മൈനസ് ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ബുദ്ധിമുട്ടില്ല. ആ ഒറ്റ ലെറ്റർ ഓർത്തിരുന്നാൽ മതി. F1 നമ്മളിങ്ങനെ പവർ പോയിൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ F1 പ്രസ് ചെയ്യാം. F1 പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഷോർട്ട് കട്ട്സും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ ഷോർട്ട് കട്ടുകൾ നോക്കിയാൽ മതി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടും. ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടൊന്ന് പ്ലസ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത് എന്നുള്ളത്. ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ശരിക്ക് ആ ഫങ്ഷൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ഇതിനെ സൂം ചെയ്തത്. വിൻഡോസ് ബട്ടൺ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് സകല ഷോർട്ട് കട്ടുകളും ഉണ്ട്. ആ ഷോർട്ട് കട്ടുകൾ തന്നെ റിഹേഴ്സ് റെക്കോർഡിനുള്ളത്, മീഡിയ പ്ലേ ചെയ്യാനുള്ളത്, ലേസർ പോയിൻ്റർ കാണിക്കുമ്പോൾ ചെയ്യാനുള്ളത്, ദെൻ ടച്ച്, ഇങ്ങനെയുള്ള കുറേ ഷോർട്ട് കട്ടുകളുണ്ട്. അതിലത്തെ ചില ഷോർട്ട് കട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ പ്രസൻറ്റ് ചെയ്തത്. എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ചെണ്ണം. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. അതിൽ നമുക്ക് ഓരോന്നും ആവശ്യം പോലെ പഠിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പെന്ന് പെട്ടെന്ന് എടുക്കണമെങ്കിൽ Ctrl+P, മറ്റേ ഹൈലൈറ്റർ പെട്ടെന്ന് എടുക്കണമെങ്കിൽ Ctrl+I, ഇറേസർ എടുക്കണമെങ്കിൽ Ctrl+E ഇറേസർ. അങ്ങനെയുള്ള ടൂളുകളൊക്കെ ഞാൻ പെട്ടെന്ന് അധികം ഉപയോഗിക്കുന്ന ടൂളുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.